ടൊമാറ്റോ എഗ് ബുജി. ചട്ടി സ്റ്റൗവിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ചൂടായി എണ്ണ ചൂടായി കടുകിട്ടു. അത് നല്ലതായിട്ട് പൊട്ടിയപ്പോൾ സവാള അരിഞ്ഞത് ചേർത്തു. അത് അല്പം പകുതി മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിൽ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷമായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ചിക്കൻ മസാലയും അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുകയാണ്. കുഞ്ഞ് തക്കാളി അതിൻ്റെ അകത്തുണ്ട്, അല്പം കിട്ടിയത് കൊണ്ട് അതിൻ്റെ അകത്ത് ചേർത്തതാണ്. നല്ല ടേസ്റ്റാണത്. അതേപോലെ പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം അതിനെ നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് മുട്ടകൾ ഓരോ ബൗളിലാക്കി വെച്ച് പൊട്ടിച്ച് ഒഴിച്ച് വെക്കുക. കുന്നി പൊട്ടിപ്പോവാതെ ബൗളിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതായിട്ട് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തേക്ക് അത് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 മുട്ടയാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനെ തിരിച്ചിട്ടിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം അതിനെ തിരിച്ച് അതിൻ്റെ മേലത്തെ ഭാഗം വേകുന്നതിന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി അതിനെ മുട്ട കുന്നി പൊട്ടിപ്പോവാത്ത രീതിയിൽ എടുത്ത് മറിച്ച് ഇട്ടിട്ട് അതിനെ വേവിച്ചെടുക്കുക. അതിനുശേഷം നല്ല പാകത്തിന് ഉപ്പും ചേർക്കുക. നല്ല ടേസ്റ്റാണിത്. ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലതാണ്, ചോറിൻ്റെ കൂടി കഴിക്കാനും നല്ലതാണ്. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷമായിട്ട് ഇതിൻ്റെ കമൻറ്റ് എന്നാന്നുള്ളത് നിങ്ങളും അറിയിക്കണം കേട്ടോ. ബായ്.